Good morning, my dear students. Hope you are doing well. Let us continue our social science class. New chapter, Unit 7, Medieval India, Art and Literature. Take your social science textbook. In this chapter, we have discussed about the art and literature existed in medieval India. അതായത് മധ്യകാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കലയെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചുമാണ് നമ്മൾ ഈ അധ്യായത്തിൽ പഠിക്കുന്നത്. ആദ്യത്തെ ഭാഗങ്ങളിൽ നമ്മൾ പഠിക്കുന്നത് നിർമ്മിതികളെക്കുറിച്ചാണ്. The first part describes the Sun Temple. It is situated on the banks of the river Chandrabhaga. It was laid in AD 1246. Different kinds of stones were brought from distant mountains. White, black and blue stones were brought from the Nilgiris and distant kingdoms. അപ്പോൾ ഇതിൽ നമ്മൾ സൺ ടെമ്പിളിനെ കുറിച്ചാണ്, സൂര്യക്ഷേത്രത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത്. അപ്പോൾ സൂര്യക്ഷേത്രം AD 1246 സ്ഥാപിച്ചു. റിവർ ചന്ദ്രഭാഗ റിവറിൻ്റെ തീരത്താണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. പലതരത്തിലുള്ള കല്ലുകൾ പല സ്ഥലങ്ങളിൽ നിന്ന്, ഡിഫറെൻറ്റ് മൗണ്ടൻസിൽ നിന്ന്, വളരെ അകലെയുള്ള മൗണ്ടൻസിൽ നിന്നാണ് കൊണ്ടുവന്നിട്ടുള്ളത്. The description given above is an extract from the novel Shilapatmam, written by Pratibha Ray, the famous Odia novelist. അപ്പോൾ ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന സൂര്യക്ഷേത്രത്തെക്കുറിച്ചുള്ള വിവരണം പ്രശസ്ത ഒഡിയ സാഹിത്യകാരി പ്രതിഭ റായ് ശിലാപത്മം എന്ന നോവലിൽ എഴുതിയ വിവരണമാണ്. ഇനി ഈ ടെമ്പിൾസ് അല്ലാതെ ധാരാളം ടെമ്പിൾ സ്ട്രക്ചേഴ്സ് അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു, മെഡീവൽ മധ്യകാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നിർമ്മിതികളെക്കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. The Pallavas were the rulers based at Kanchipuram in South India. Mahabalipuram was their major port city. The temples constructed in Mahabalipuram during the reign of the Pallava king Narasimhavarman are known as Pancharathas. അപ്പോൾ നമ്മൾ ഈ പല്ലവ രാജാക്കന്മാരാണ് കാഞ്ചീപുരം കേന്ദ്രമാക്കി സൗത്ത് ഇന്ത്യ ഭരിച്ചിരുന്നത്. അന്നത്തെ കാലഘട്ടത്തിലെ പല്ലവ രാജാക്കന്മാരാണ് അവിടുത്തെ ഭരണാധികാരികളായിരുന്നത്. അപ്പോൾ മഹാബലിപുരം ആണ് അവരുടെ പ്രധാനപ്പെട്ട തുറമുഖ കേന്ദ്രം. പല്ലവ രാജാവായ നരസിംഹവർമ്മൻ്റെ കാലത്ത് അവിടെ നിർമ്മിച്ച ക്ഷേത്രങ്ങൾ പഞ്ചരഥാസ് എന്നാണ് അറിയപ്പെടുന്നത്. ഈച്ച് ടെമ്പിൾ ഹിയർ ഈസ് carved out of a single rock. Such rock cut temples were built in several parts of India. The cave temples at Ellora in Maharashtra were built in this style. They were built during the period between 6th and 12th century CE. The temples of Buddhists, Jains, Vaishnavites and Shaivites can be found here. അതായത് ഈ ഓരോ അമ്പലങ്ങളും പണിതിരിക്കുന്നത് ഒറ്റക്കല്ലിലാണ്. അപ്പോൾ ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത അമ്പലങ്ങളാണ്, ക്ഷേത്രങ്ങളാണ് ഈ എല്ലാ ക്ഷേത്രങ്ങളും. മഹാബലിപുരത്തെ പഞ്ചരഥാസൊക്കെ ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ക്ഷേത്രങ്ങളാണ്. ചിത്രങ്ങൾ നിങ്ങൾ നോക്കുക. അപ്പോൾ മഹാരാഷ്ട്രയിലെ എല്ലോറ ഗുഹക്ഷേത്രങ്ങൾ ഇത്തരത്തിൽപ്പെട്ട ക്ഷേത്രങ്ങളാണ്. 6-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട് വരെയുള്ള കാലത്താണ് ഈ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത്. ബൗദ്ധർ, ജൈനർ, വൈഷ്ണവർ, ശൈവർ എന്നിവരുടെ ക്ഷേത്രങ്ങൾ നമുക്ക് ഈ എല്ലോറയിൽ കാണാവുന്നതാണ്. In the period that followed, a new style of temple architecture came into being. In this style, tall temples were constructed using chiseled rocks. Most of these temples were multi-storied. The Brihatishwara temple in Tanjavur, constructed during the reign of Rajaraja Chola, and the Kamakya temple in Assam, optimized in this style. അതായത് പിൽക്കാലത്ത് ഇതിന് ശേഷം ഒറ്റക്കല്ലിൽ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചതിന് ശേഷം ചെത്തിമിനുക്കിയ പാറകൾ ഉപയോഗിച്ചാണ് പിന്നെ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഉയരമേറിയ ക്ഷേത്രങ്ങളാണ് പിന്നെ ചെത്തിമിനുക്കിയ പാറകൾ കൊണ്ട് ഉണ്ടാക്കിയിരുന്നത്. ഇതിൽ ഭൂരിഭാഗവും ബഹുനില ക്ഷേത്രങ്ങളായിരുന്നു, മൾട്ടി സ്റ്റോറേഡ് ആയിട്ടുള്ള ക്ഷേത്രങ്ങളായിരുന്നു ബഹുഭൂരിഭാഗവും. പിന്നെ ആസാമിലെ കാമാക്യ ക്ഷേത്രം, അതുപോലെ തന്നെ
തഞ്ചാവൂരിൽ നിർമ്മിച്ച ബൃഹതീശ്വര ക്ഷേത്രം ഇതിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ചോള രാജാവായ രാജരാജ ചോളയാണ് ഇത് പണി കഴിപ്പിച്ചത്. അപ്പോൾ ഈ ക്ഷേത്രങ്ങൾ ഏതിന് ഉദാഹരണങ്ങളാണ്? ഈ ചെത്തിമൊനിക്കിയ ചിസൽഡ് റോക്സ് കൊണ്ട് നിർമ്മിച്ച ക്ഷേത്രങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പം അതിൻ്റെ ചിത്രങ്ങൾ അതിൽ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കാം. ലേറ്റർ ദ സ്റ്റൈൽ ഓഫ് adorning temple walls with the sculptures became prevalent. Excerpts from the Ramayana, the Mahabharata and the Bhagavata were carved on the stone walls of the temples. In addition, the sculptures depicting the scenes of war and art forms like dance and musical concerts also found a place on the temple walls. അപ്പോൾ പിന്നീട് ക്ഷേത്രഭിത്തികൾ ശില്പങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്ന സമ്പ്രദായം നിലവിൽ വന്നു. രാമായണം, മഹാഭാരതം, ഭാഗവതം എന്നിവയിലെ കഥാസന്ദർഭങ്ങളുടെ ദൃശ്യങ്ങളാണ് ക്ഷേത്ര ചുമരുകളിൽ കൊത്തിവെച്ചത്. അത് കൂടാതെ തന്നെ യുദ്ധരംഗങ്ങളുടെ, നൃത്ത സംഗീത രംഗങ്ങളുടെയും ശില്പങ്ങൾ ക്ഷേത്രഭിത്തിയിൽ സ്ഥാനം പിടിച്ചു. The Khajuraho temple in Madhya Pradesh is an example of the style of adorning temple walls with sculptures. അപ്പോൾ നമുക്ക് ചിത്രത്തിൽ കാണാൻ സാധിക്കും ക്ഷേത്രഭിത്തികൾ ചിത്രങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ശില്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഖജുരാഹോ ക്ഷേത്രം. ഖജുരാഹോ ക്ഷേത്രം മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ചിത്രവും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ഷേത്രത്തിലും ഇങ്ങനത്തെ ക്ഷേത്രഭിത്തികൾ മുഴുവൻ അലങ്കരിച്ചിരിക്കുന്നതായിട്ട് കാണാം. അപ്പം നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനത്തെ ക്ഷേത്രങ്ങൾ, മധ്യകാല ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ ദർശിക്കുമ്പോൾ നമുക്ക് അവിടുത്തെ പ്രത്യേകതകൾ, അതിൻ്റെ ക്ഷേത്രഭിത്തിയിലുള്ള പ്രത്യേകതകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. A new style of architecture developed during the Sultanate period. It is known as Indo-Islamic style of architecture. അതായത് ഇനി അടുത്തതായിട്ട് ഒരു പുതിയ വാസ്തുവിദ്യാ ശൈലിയാണ് വന്നത്. അതിൻ്റെ പേരാണ് ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ. അത് വന്നത് സുൽത്താനേറ്റ് പീരീഡിലാണ് വന്നത്. സ്കിൽഡ് ആർക്കിടെക്ട്സ് ഫ്രം ടർക്കി ആൻഡ് പേർഷ്യ were brought to India for the construction of different structures. The indigenous sculptors, laborers and masons also joined them. The Indo-Islamic style evolved out of the amalgamation of the styles of both the groups. Let's examine the major features of this style. അപ്പോൾ വാസ്തുവിദ്യാ രംഗത്ത് വിദഗ്ധരായ ആളുകളെ ടർക്കിയിൽ നിന്നും പേർഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. അവരോടൊപ്പം ഇന്ത്യയിലുണ്ടായിരുന്ന ശില്പികളും തൊഴിലാളികളും കൽപ്പണിക്കാരും നിർമ്മാണ പ്രവർത്തനത്തിൽ പങ്കുചേർന്നു. ഇരു കൂട്ടരുടെയും ശൈലികൾ സമന്വയിപ്പിച്ചാണ് ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലി രൂപപ്പെട്ടത്. ഇനി ഈ ശൈലിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ആർച്ച്, ഡോംസ് ആൻഡ് മിനാർട്സ് were the notable features of this style. Figures of flowers and plants were carved for decorating buildings. അതായത് ആർച്ച്, അതിൻ്റെ ചിത്രം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ആർച്ച്, ഡോംസ്, മിനാർസ് ഒക്കെ ഇതിൻ്റെ ഒരു പ്രത്യേക സവിശേഷതകളാണ്. നിങ്ങൾക്ക് അതിൻ്റെ ഷേപ്പ് മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഫ്ലവേഴ്സിൻ്റെ, പ്ലാന്റ്സിൻ്റെ ഒക്കെ ചിത്രങ്ങൾ ചുമരിൽ കാർവ് ചെയ്തിട്ടും ഉണ്ട്. അതും ഇതിൻ്റെ സവിശേഷതകളിൽ ഒന്നാണ്. മോർട്ടാർ, റെഡ് സാൻഡ്സ്റ്റോൺസ് ആൻഡ് മാർബിൾസ് were used for construction. Spacious gardens were set on the building premises. അതായത് കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിന് കുമ്മായം, ചുവന്ന കല്ല്, മാർബിളാണ് ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ വലിയ വിശാലമായ ഒരു പൂന്തോട്ടം ഈ നിർമ്മിതികളുടെ ഒപ്പം ഉണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ ഉദാഹരണങ്ങളാണ് നോക്കുന്നത്. The Qutub Minar was the first building constructed in this style. The construction of the Qutub Minar was started during the reign of Qutbuddin Aibak, the founder of Sultanate. Later, Iltutmish completed the construction. A tall tower and balconies projecting from it are the striking features of this building. അപ്പോൾ കുത്തബ് മിനാർ ആണ് ഈ ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈലിൽ നിർമ്മിച്ച ആദ്യത്തെ കെട്ടിടം.
ഇപ്പോൾ കുത്തബ്ദീൻ ഐബക്കാണത് തുടങ്ങിയത്, ഇൽത്തുമിഷാണത് കംപ്ലീറ്റ് ആക്കിയത്. അതിൻ്റെ ഏറ്റവും പ്രത്യേകത ഏറ്റവും ഉയരം കൂടിയതാണ്, ഉയരത്തിലുള്ള ടവറാണ്. അതുപോലെ തന്നെ അതിൻ്റെ ബാൽക്കണീസ് അല്ലാതും പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ആ ചിത്രം നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഡൽഹിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഈ സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണുകയും ചെയ്യാം. The Indo-Islamic style became popular during the Mughal period. The Mughal kings constructed several forts, mosques and tombs in this style. അതായത് മുഗൾ ഭരണകാലഘട്ടത്തിലാണ് ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈല് വളരെയേറെ പ്രചാരം നേടിയത്. മുഗൾ രാജാക്കന്മാർ ഈ ശൈലിയിൽ നിരവധി കോട്ടകൾ, ആരാധനാലയങ്ങൾ, ശവകുടീരങ്ങൾ ഒക്കെ പണി കഴിപ്പിച്ചു. ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് എ ഫ്യൂ ഓഫ് ദീസ് കൺസ്ട്രക്ഷൻ. അപ്പോൾ അവർ നടത്തിയ കൺസ്ട്രക്ഷനിൽ ചിലത് നമുക്ക് കാണാം. ഹുമയൂൺസ് ടോംബ് ഇൻ ഡൽഹി ഈസ് ആൻ എപ്റ്റിം ഓഫ് ഇൻ ദിസ് സ്റ്റൈൽ. അപ്പോൾ ഹുമയൂണിൻ്റെ ശവകുടീരം ഇതിന് വലിയൊരു ഉദാഹരണമാണ്. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ. വളരെ മനോഹരമായ പൂന്തോട്ടത്തിൻ്റെ നടുവിലാണ് ഹുമയൂണിൻ്റെ ശവകുടീരം നിർമ്മിച്ചിട്ടുള്ളത്. ദിസ് ടോംബ് ഈസ് മെയ്ഡ് ഓഫ് റെഡ് സാൻഡ് സ്റ്റോൺ ആൻഡ് മാർബിൾ. ചുവന്ന കല്ലുകൊണ്ടും അതുപോലെ തന്നെ മാർബിൾ കൊണ്ടുമാണ് ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ദ താജ്മഹൽ വാസ് കൺസ്ട്രക്റ്റഡ് ഇൻ ദ സ്റ്റൈൽ ആൻഡ് ഫോം ഓഫ് ദിസ് മോണുമെൻറ്റ്. അപ്പോൾ താജ്മഹൽ നിർമ്മിച്ചിരിക്കുന്നത് ഈ മോണുമെൻറ്റിനെ മാതൃകയാക്കിക്കൊണ്ടാണ്. ഈ ഹുമയൂണിൻ്റെ ശവകുടീരത്തിൻ്റെ മാതൃക അനുസരിച്ചിട്ടാണ് താജ്മഹൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. The Taj Mahal in Agra, constructed by Shah Jahan in memory of his wife Mumtaz Mahal, is the best example of Indo-Islamic style of architecture. അപ്പോൾ ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചറിന് ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് താജ്മഹൽ. അത് നിർമ്മിച്ചത് ഷാജഹാനാണ്. അദ്ദേഹത്തിൻ്റെ പത്നി മുംതാസ് മഹലിന് വേണ്ടി ഓർമ്മയ്ക്കാണ് അത് നിർമ്മിച്ചത്. വൈറ്റ് മാർബിൾ വാസ് യൂസ്ഡ് ഫോർ ഇറ്റ്സ് കൺസ്ട്രക്ഷൻ. Here is the picture of Red Fort in Delhi. Why is it named so? This is the most important fort built during the Mughal period. The fort is made entirely of red sandstone. അടുത്തത് നമ്മുടെ റെഡ് ചെങ്കോട്ടയാണ്. ചുവന്ന മണൽക്കല്ല് കൊണ്ടാണ് ചെങ്കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈലിലുള്ള നിർമ്മിതികളെ കുറിച്ചാണ് കാണുന്നത്. Another building constructed in this style is Juma Masjid in Delhi. Marble and red sandstone were used for its construction. അപ്പോൾ വേറൊരു ഇതേ ശൈലിയിലുള്ള വേറൊരു നിർമ്മിതിയാണ് ഡൽഹിയിലെ ജുമാ മസ്ജിദ്. മാർബിളും ചുമന്ന കല്ലുകളും ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. The Gol Gumbaz in Bijapur, constructed during the reign of the Bahmani Sultans, and the Charminar in Hyderabad, constructed during the reign of the Qutb Shahi Sultans, are also examples of the Indo-Islamic style of architecture. അപ്പോൾ ബാഹ്മനി സുൽത്താന്മാരുടെ കാലത്ത് നിർമ്മിച്ച ഗോൾ ഗുംബസ് ബിജാപ്പൂരിലുള്ളതാണ്. അതുപോലെ തന്നെ കുത്തബ് ഷാഹി സുൽത്താന്മാരുടെ കാലത്ത് നിർമ്മിച്ച ചാർമിനാർ ഹൈദരാബാദിലുള്ളതാണ്. അതും ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാശൈലിക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് മുഴുവൻ പഠിച്ചത് ഇൻഡോ ഇസ്ലാമിക് ശൈലിയെക്കുറിച്ചും അതിനുള്ള ഉദാഹരണങ്ങളെ കുറിച്ചുമാണ്. വിറ്റ്ല സ്വാമി ടെമ്പിൾ ആൻഡ് ഹസാര രാമ ടെമ്പിൾ are the important temples built during the medieval period by the Vijayanagara kings of South India. Let's see how these structures are different from the earlier ones. അപ്പോൾ വിറ്റ്ല സ്വാമി ക്ഷേത്രവും ഹസാര രാമക്ഷേത്രവും ഇതുപോലെ തന്നെ നിർമ്മിച്ച നിർമ്മിതികളാണ്. അപ്പം ഇതിൻ്റെ പ്രത്യേകതകൾ മറ്റുള്ളതിൽ നിന്ന് മാറ്റി നിർത്തുന്ന എന്ത് സവിശേഷതകളാണ് ഇതിനുള്ളത് എന്ന് നമുക്ക് നോക്കാം. They are multi-storied and built of chiseled rocks. Mandabas were built adjacent to the temples. Pillars with carvings were constructed. Temples were expanded. ഇതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ. പാറകൾ ചെത്തിമിനുക്കി നിർമ്മിച്ച ബഹുനില ക്ഷേത്രങ്ങളാണ് ഈ രണ്ട് ക്ഷേത്രങ്ങളും. അതുപോലെ തന്നെ ക്ഷേത്രങ്ങളോട് ചേർന്ന് മണ്ഡപങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. പിന്നെ അലങ്കാര പണികളുള്ള തൂണുകളുണ്ട്. പിന്നെ ക്ഷേത്രങ്ങൾ വലുതാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിറ്റ്ല സ്വാമി ക്ഷേത്രവും ഹസാര രാമക്ഷേത്രത്തിൻ്റെയും പ്രത്യേകതകളാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്.
Next, during the 16th century, the Portuguese introduced a new style of architecture in India. It is known as the Gothic style. Pointed towers and arches are the major features of this style. The St. Francis Church in Kochi and the Bom Jesus Church in Goa are the examples of this style. The buildings constructed in the styles of architecture discussed above are the symbols of the rich and diverse cultural tradition of India. 16-ാം നൂറ്റാണ്ടിലെ പോർച്ചുഗീസുകാർ ഒരു പുതിയ വാസ്തുവിദ്യാ ശൈലി കൊണ്ടുവന്നു. അതിൻ്റെ പേരാണ് ഗോതിക് ശൈലി. അതിൻ്റെ പ്രത്യേകതകൾ കൂർത്ത ഗോപുരങ്ങൾ, കമാനങ്ങളാണ്. അതിന് ഉദാഹരണങ്ങൾ പറയുന്നത് കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയും ഗോവയിലെ ബോം ജീസസ് പള്ളിയുമാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇവിടെ ചർച്ച ചെയ്ത എല്ലാ വാസ്തുവിദ്യാ ശൈലിയും നമ്മുടെ ഇന്ത്യയുടെ സാംസ്കാരിക സമ്പന്നതയുടെയും വൈവിധ്യത്തിൻ്റെയും പ്രതീകങ്ങളാണ്, അതിനുള്ള ഉദാഹരണങ്ങളാണ്. അത്രമാത്രം സാംസ്കാരിക സമ്പന്നമായ രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ നമ്മൾ 16-ാം നൂറ്റാണ്ടിൽ ഗോതിക് ശൈലി, അതിനു മുമ്പ് ഇൻഡോ ഇസ്ലാമിക് ശൈലി, അതിനു മുമ്പ് നമുക്കറിയാം ഒറ്റക്കല്ലിൽ തീർത്ത ക്ഷേത്രങ്ങൾ, അതിനുശേഷം ബഹുനില ക്ഷേത്രങ്ങൾ, ഇങ്ങനെയാണ് കെട്ടിട നിർമ്മാണ ഭാഗങ്ങളിൽ വന്ന മാറ്റങ്ങൾ, മധ്യകാല ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സവിശേഷതകൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത്. അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പം നന്നായി തന്നെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ വായിച്ചു നോക്കുക, നന്നായി പഠിക്കുക. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.